സാധനം വേണ്ട? എന്ത് സാധനം? വാട്ടർമെലനാ? എവിടെ? അറിയാട്ടോ വാട്ടർമെലൻ അറിയാട്ടോ. സ്കൂളിൽ പോണതിന് ഗുണമുണ്ട്. സ്കൂളിൽ പോണതിന് ഗുണമുണ്ട് കേട്ടോ അല്ലേ? അടിച്ചേ റൈസ്. അപ്പൊ എന്നോട് സെറ്റായി വന്നിട്ടുണ്ട്. അടിച്ചേ റൈസ് സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മക്ക് വയ്യാത്തോണ്ട് അമ്മ ചിരിക്കാനൊന്നുമില്ല. ഇപ്പൊ മോളിറങ്ങിട്ടാ. പ്രിൻസസ് കമോൺ. ഒന്ന് കാണിച്ചെന്നാ എങ്ങനെ പോണോ? ആ ഹലോ എവരിവൺ. അപ്പോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ ഒരു വീക്കെൻഡിൽ നമ്മൾ ഫാമിലിയായിട്ട് എറണാകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടത് തന്നെ എല്ലാവർക്കും പരാതിയായിരുന്നു, തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ മടിച്ച് ഇങ്ങനെ ഉഴപ്പി നടക്കായിരുന്നു. അപ്പോൾ കൈയോട് പിടിച്ച് ഫുപ്പു. അപ്പോൾ ഞാൻ അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ അവിടുത്തെ അമ്മായി കൈയോട് പിടിച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആളൊക്കെ വിളിച്ച് വരുത്തിച്ചിട്ട് ഇതാ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തൈറോയിഡിനെ പറ്റിയും ഇതിനെപ്പറ്റിയും ഒക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അർഷാദാണ് വീഡിയോ എടുക്കുന്നത്. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണത് വർക്ക് ടൈം കഴിഞ്ഞ് നൈറ്റ് ആട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കിടക്കാൻ പറഞ്ഞിട്ട് ഇവ വാശി പിടിച്ചതാണ് ആ കരച്ചിൽ കേട്ടത്. അപ്പോൾ ഇതാ ടെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും ഇവ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം, എന്താ ചെയ്യാൻ പോണേ, സൂചി കുത്താൻ പോകണല്ലോ, എനിക്കും കിട്ടോ കുത്ത് എന്നുള്ള മട്ടിലാണ് ഇവ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുത്തിയപ്പോൾ അവൾ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് കരയണുണ്ടോ, അമ്മ കരയണുണ്ടോ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ തൈറോയ്ഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഓവറായിട്ടല്ല, ചെറിയൊരു പോയിന്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗുളിക കഴിക്കണേന്ന് ഒരു മുക്തി കിട്ടി എനിക്ക്. ഞാൻ പേടിച്ചിരിക്കാതെ കഴിക്കേണ്ടി വരുമോ. നമ്മളങ്ങനെ ശനിയാഴ്ച നൈറ്റ് പോയിട്ട് ഞായറാഴ്ച നൈറ്റ് തിരിച്ചു കേട്ടോ. അപ്പോൾ മൺഡേ നമുക്ക് ജോലിക്ക് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് കൊച്ചിയിലെ എല്ലാവിടത്തെയും കസിൻസിൻ്റെ വീട്ടിലൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് വന്നത് കേട്ടോ. ഗൈസ് ഇവ സമ്മതിക്കണില്ല, ഇവ ഇങ്ങനെ അമ്മ എന്ന് പറഞ്ഞ് കറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് ഏതെങ്കിലും ഒരു കട ഉണ്ടാവുമോ നല്ലതെന്ന് പറഞ്ഞിങ്ങനെ തപ്പി പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു, പാതിരക്കോഴി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വെറൈറ്റി പേരായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പാതിരക്കല്ലേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഓരോ ട്രോളും പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ കയറാമെന്ന് തീരുമാനിച്ചിട്ട് കയറാം. പിന്നെ അവിടെ കയറാനായിട്ട് പോയപ്പോൾ ഗൈസ് നല്ല വിശന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ കുറച്ച് പോസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു, ടേബിളൊന്നും ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു 10-15 മിനിറ്റ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പുറത്തത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ അകത്ത് വന്നിരുന്നപ്പോൾ പിന്നെയും ഇച്ചിരി നേരം പോസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ ഇവിടെ എല്ലാവരുടെ മുന്നിൽ ഓരോരോ പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേമാതിരിയുള്ള ഗെയിം ഞങ്ങളിതാ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും വഴി കണ്ടെത്താനായിട്ടുള്ള ഭയങ്കര തിടുക്കത്തിലാണ്, ആര് ഫസ്റ്റ് കണ്ടെത്തും എന്നുള്ള ചലഞ്ചിലായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് എന്താ ഓരോരുത്തരും വഴി കണ്ടുപിടിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. ഇവക്ക് പ്രാന്തടിച്ച് കുറേ നേരം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ നൈസായിട്ട് ഗെയിമിങ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. സമീറ ജയിച്ചിരിക്കുന്നു ഗായ്സ്. ആ സമീറക്ക് ഗിഫ്റ്റായിട്ട് നമുക്ക് എന്നാ ഗിഫ്റ്റായിട്ട് കൺഗ്രാറ്റുലേഷൻസ്. അവിടുന്ന് വളച്ചല്ലേ.
നമ്മ റോക്കറ്റ് പോലെ അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അൽഫാമാണ് എല്ലാവരും അൽഫാമാണെന്നല്ല നമ്മൾ റൈസ് ചോദിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ തീർന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഉള്ളത് നമുക്ക് പറ്റിയത് അൽഫാം മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും വിശന്ന് പരന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഫുഡ് എത്തിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. വേഗം കഴിച്ചിട്ട് ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങണം, നാളെ വർക്കിന് പോകണം. പിന്നെ ജീജുനും സമീറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വൈബായിരുന്നു ഞങ്ങളുടെ ഈ ഫാമിലി ട്രിപ്പ്. ബാവ മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല, ആൾ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസ് വേണ്ട സമീചിരിക്കും.